മനുഷ്യനെ നേരിൽ കണ്ട് സ്നേഹിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആഹ്ലാദമാണ് ക്രിസ്മസ്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വിമോചനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ പിറന്നത്. ഇത് ആഹ്ലാദത്തിൻ്റേതാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു ദൈന്യത നിറഞ്ഞ അനുഭവത്തെയും നാം കാണാതെ പോകരുത്. മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ ഒന്നും ഈശോയ്ക്ക് പിറക്കുവാൻ വേണ്ടി കിട്ടിയില്ല എന്നതിൻ്റെ പരിതാപാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സന്തോഷത്തിൻ്റെ പിന്നിലെ സങ്കടാവസ്ഥകളും നാം കാണാതെ പോകരുത്. പരിശുദ്ധ കന്യക മറിയവും യോസേപ്പിനും അന്വേഷിച്ചിറങ്ങിയ ഒരു കൂടാരവും ലഭിക്കാതെ പോയപ്പോൾ അവർക്ക് ആശ്രയമായിട്ട് മാറിയത് ഒരു കാലിത്തൊഴുത്താണ്. ആ ക്രിസ്മസിൻ്റെ ആഹ്ലാദം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരു സങ്കടം കൂടിയായിരുന്നു. സങ്കടങ്ങളുടെ ഒരു വാർഷികം കൂടിയാണ് നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് അനുസ്മരിക്കുന്നത്. എങ്കിലും നമുക്കറിയാം, എല്ലാ സങ്കടങ്ങളെയും ഒക്കെ അകറ്റുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നാം ഒരു ക്രിസ്മസിന് വേണ്ടി അലങ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വർണ്ണാഭമായിട്ടുള്ള ഈ അലങ്കാരങ്ങൾക്കിടയിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ നക്ഷത്രങ്ങളൊക്കെ ആയിരമായിരം പ്രകാശവീചികളിലേക്ക് ഇങ്ങനെ പറന്നെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വെട്ടമെങ്കിലും ഇല്ലെങ്കിൽ ഈ ക്രിസ്മസിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന് നാം തിരിച്ചറിയണം. നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്ക് നന്നായി അറിയാം. ശാന്തരാത്രി, ശുഭരാത്രി എന്നൊക്കെ പാടിക്കൊണ്ട് മാലാഖമാരുടെ സ്വരങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഭൂമുഖം ശാന്തമാണോ? ഒരു ശാന്തിയുടെ പശ്ചാത്തലത്തിലാണോ നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഓരോ ദിവസവും നമ്മെ വിറങ്ങലിപ്പിക്കുന്ന യുദ്ധവാർത്തകൾ, ദൈവത്തിൻ്റെ കരച്ചിൽ പോലെ കുഞ്ഞുങ്ങളുടെ വാവിട്ട നിലവിളികൾ, മുറിവേറ്റവർ, അങ്ങനെ യുദ്ധമുഖത്ത് നിൽക്കുന്ന മനുഷ്യരുടെ നൊമ്പരത്തിൻ്റെ വാർത്തകളാണ് നമ്മളെ ഇന്ന് പൊതിഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ കാലം കൂടിയാണ് ഈ ക്രിസ്മസ് ദിനമെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും നല്ലതാണ്. നമ്മുടെ ഉള്ളിലെ അശാന്തിയാണ് കലഹമായിട്ട്, യുദ്ധമായിട്ട്, തീവ്രവാദമായിട്ട് ഒക്കെ മാറുന്നത്. നമ്മുടെ കുടുംബ ഭവനങ്ങൾ തന്നെ ഇന്ന് അസ്വസ്ഥതയുടെ, അപസ്വരങ്ങളുടെ ഒരു കൂടാരമായിട്ട് മാറിയിരിക്കുകയാണ്. എത്ര കുടുംബമാണ് ഈ ക്രിസ്മസ് പോലും ഒരുമിച്ച് ആഘോഷിക്കുവാൻ വേണ്ടി കൂടുന്നത്? ഭിന്നിപ്പുകളുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ഈശോയുടെ യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നത്? ഈശോയുടെ നൈർമല്യം വിസ്മരിച്ചിട്ട് ഒരിക്കലും നമുക്ക് ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ പേരിലാണ് ക്രിസ്മസ് എങ്കിലും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിൽ നമുക്ക് എത്രമാത്രം പെറുക്കിയെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ഈ സമയത്തെങ്കിലും നമുക്ക് സന്ദേശമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ പീഡനമേറ്റ മനുഷ്യർക്ക് വിമോചനത്തിൻ്റെ ഗീത പാടാൻ വേണ്ടിയാണ് ഈശോ പിറന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവം അനുവദിച്ചു തന്ന അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയണം. ഇത് വൃഥാവിൽ ഇങ്ങനെ കടന്നു പോകേണ്ടതല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ താളത്തിൽ ചില മനുഷ്യരെയെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദിനമാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് നല്ലതാണ്. ക്രിസ്മസ് നാം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുമ്പോൾ ആരെയെങ്കിലുമൊക്കെ നമ്മൾ പടിയിറക്കി വിട്ടിട്ടുണ്ടോ?
ഒരുപക്ഷെ മറ്റുള്ളവരുടെ ദുഷ്പ്രവണത കാരണം ആരെയെങ്കിലും നമ്മൾ അകറ്റിയിട്ടുണ്ടാകും. എങ്കിലും അകറ്റാൻ വേണ്ടിയല്ല ഈശോ നമ്മുടെ അരികിൽ വന്നത്. അവൻ ചാരത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ചാരത്ത് നമ്മൾ ഉണ്ടായിരിക്കണം, ഒരു തണൽ വൃക്ഷം പോലെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ മുന്നിലെ പാത്രങ്ങൾ മൃഷ്ടാന്ന ഭോജനത്താൽ നിറയുമ്പോൾ അയൽക്കാരൻ്റെ പാത്രം വരണ്ടു പോയിട്ടുണ്ടോ? അവൻ്റെ പാത്രത്തിൽ എന്തെങ്കിലും അവൻ ആഹരിക്കുവാനുണ്ടോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. അവന് വേണ്ടി പങ്കുവെക്കാൻ തീരുമാനിക്കാതെ, അവൻ്റെ നിലവിളികളെ ശ്രവിക്കാതെ ഒരിക്കലും ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷമായിട്ട് മാറുന്നില്ല. ക്രിസ്മസിൻ്റെ ആത്മീയ തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ്. എന്നാൽ ക്രിസ്തുവിന് പിറക്കാൻ ഇടം നിഷേധിക്കപ്പെട്ട ചിന്തയും ഈ ദിനങ്ങളിൽ നമുക്ക് കാണുവാൻ, അല്ലെങ്കിൽ നമ്മളിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ കയറി വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് പിറക്കേണ്ടി വരുന്നത്. മനുഷ്യരുടെ തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങൾ ഒരിടത്തും ഒരു ധ്യാന വിഷയമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാലിത്തൊഴുത്ത് പോലും ഈ കാലഘട്ടത്തിൻ്റെ ധ്യാനത്തിൻ്റെ അടയാളമായിട്ട് മാറുകയാണ്. ഇത് ഒരു കാലിത്തൊഴുത്ത് എന്നതിൻ്റെ പ്രശ്നമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് കുറേക്കൂടെ ലളിതവൽക്കരിക്കപ്പെടണം, കുറേക്കൂടെ സുന്ദരാത്മകമായി മാറണം, കുറേക്കൂടെ പരിവർത്തനത്തിന് വിധേയപ്പെടണം എന്നൊക്കെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ലാളിത്യത്തിൻ്റെ സൗകുമാര്യതയിൽ ഏത് മനുഷ്യരെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഈശോയുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. എന്നാൽ ഇനി അത് നമ്മളിലൂടെ, ഈ പുതിയ തലമുറയിലൂടെ ആവർത്തിക്കാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അവരിന് വേണ്ടി, അയൽക്കാരന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നിടാം. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു കനലെങ്കിലും ഇടാതെ നമ്മളെ രൂപപ്പെടുത്തിയിട്ടില്ല. ഈ ദിവസത്തിൽ നമുക്ക് ആ കനലിനെ ഊതി ഊതി ജ്വലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ജ്വലിപ്പിക്കുമ്പോൾ ഈ ഊതുന്ന മനുഷ്യൻ്റെ മുഖം തന്നെ പ്രഭാപൂരിതമായിട്ട് മാറും. നമ്മൾ ഊതി ഊതി ജ്വലിപ്പിക്കുന്ന ഈ കനലിലെ വെട്ടം അയൽക്കാരൻ്റെ മുറ്റത്തുകൂടി എത്തുമ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്മസ് ആത്മീയമായിട്ട് മാറുന്നത്, അതിൻ്റെ അർത്ഥതലങ്ങൾ കൈവരിക്കുന്നത്. അവരിനെ വിസ്മരിക്കലല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ വിസ്മരിച്ച് ഓരോ ആളും ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ അതിലൂടെ ഓരോ മനുഷ്യനെയും ഉള്ളിൽ താലോലിച്ച ക്രിസ്തുവിനെ തന്നെയാണ് വിസ്മരിക്കുന്നത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് പോലും നമ്മളിലൂടെ ഒരു മഹത്തായ സന്ദേശം കൊടുക്കേണ്ട ദിവസമാണിത്. ഈ ദിവസം അതുകൊണ്ട് തന്നെ വൃഥാവിൽ ഇങ്ങനെ കടന്നു പോകാനേ പാടില്ല. മനുഷ്യന് പുതിയ പുലരിയും പുതിയ പുണ്യവും നൽകുവാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈ ലോകത്തിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലവിധത്തിൽ അവരനെ അകറ്റിവിടുമ്പോൾ ഉപയോഗിക്കുന്ന ന്യായീകരണങ്ങളൊന്നും വില പോകുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരനെ സ്നേഹിക്കാതിരിക്കാൻ നമ്മുടെ മുന്നിൽ കാരണങ്ങളൊന്നുമില്ല. എത്ര കാരണം നിരത്തിയാലും സ്നേഹിക്കാതിരിക്കാൻ കാരണങ്ങളില്ല എന്നാണ് ഈശോ നമുക്ക് നൽകുന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈശോയുടെ സ്നേഹത്തെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്.
നമ്മുടെ ധ്യാനത്തിൻ്റെ ചൂടിൽ ഒരുപക്ഷെ നമ്മൾ ഉരുകുമായിരിക്കും. ഉരുകി തെളിയുന്നതൊക്കെ സത്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷഭരിതമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാതിരിക്കില്ല. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മളിൽ ചില സാധ്യതകളെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോലും പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ വിസ്മയിച്ച് നിൽക്കും എന്ന് നമ്മൾ ഓർക്കുന്നതും നല്ലതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് കുറേ കൂടെ ഊടും പാവും കൊടുക്കുവാൻ വേണ്ടി ഇന്നിൻ്റെ ഈ ദിവസങ്ങൾക്ക് സാധിക്കണം. യുദ്ധമുഖരിതമായിട്ടുള്ള രംഗത്ത് നിൽക്കുന്ന മനുഷ്യരും വേറിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ക്രിസ്മസ് അവർക്കും വേണ്ടി കൂടിയുള്ള ഒരു സുവാർത്തയാണ്. ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, സമഭാവനയുടെ, പരസ്നേഹത്തിൻ്റെ ഒക്കെ ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ശത്രുവിനോട് പോലും ഒരു അതിരുകളും വെക്കാതെ തന്നെ അവനെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിരുകളെ മാറ്റി ആത്മീയമായിട്ടും ആത്മാർത്ഥമായിട്ടും അവരെ സ്നേഹിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടുന്ന സഹോദരങ്ങൾ ഈ തെരുവിൽ അലയും. അപ്പോൾ അലയുന്നത് നമ്മുടെ സഹോദരങ്ങളാണെന്ന് മാത്രം കരുതി അതിനെ എഴുതിത്തള്ളാതെ അതിൽ ദൈവത്തിൻ്റെ അലച്ചിലുണ്ട്, ദൈവത്തിൻ്റെ സങ്കടമുണ്ട്, ദൈവത്തിൻ്റേതായിട്ടുള്ള കനപ്പെട്ട വിചാരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് നമ്മൾ ആഴമായിട്ട് അർത്ഥവത്തായിട്ട് ആഘോഷിക്കണമെന്നുള്ള അനിവാര്യത നമുക്ക് വിട്ടുകളയാതിരിക്കാം. അവരിനെ ചേർത്ത് പിടിച്ച് ആഘോഷിക്കുമ്പോഴാണ് ആഘോഷമൊക്കെ ആഘോഷമായി തീരുന്നത്. ഒറ്റയ്ക്ക് ഒരാഘോഷവും പൂർണ്ണമാകുന്നില്ല. നമ്മുടെ സന്തോഷം അവരിലേക്കും അവരുടെ സന്തോഷം അടുത്തു നിൽക്കുന്ന വേറൊരു ജീവിതത്തിലേക്കും പടരുമ്പോഴാണ് ആഘോഷങ്ങൾക്ക് ആഴമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെ ആത്മീയമായ സ്വഭാവത്തെ നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താണോ ദൈവം വരച്ചു വച്ചിട്ടുള്ളത് അതിനെ കുറേ കൂടെ ഒന്ന് തെളിയിച്ചെടുക്കുവാൻ വേണ്ടി ഈ ദിവസം നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്മസിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. അവരനെ ഒഴിവാക്കിയിട്ട് ക്രിസ്മസിന് ഒരു പൂർണ്ണതയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് അറുതി വരെയെങ്കിലും ആശ്വാസം നൽകുവാൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയുള്ള മഹത്തായ ചിന്തകൾ ദൈവം നമുക്ക് നൽകാതിരിക്കില്ല. സന്മനസ്സോടുകൂടി നമുക്ക് ഇറങ്ങി നടക്കാം. സന്മനസ്സുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ള ഒരു ദിനമാണിതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഈശോയുടെ മനോഭാവത്തോടു കൂടി നമുക്കൊരു സഞ്ചാരം നടത്താം. അവരെ നേടുവാൻ വേണ്ടിയുള്ള സഞ്ചാരം. അങ്ങനെ അവരനും നമ്മളും ഒക്കെ ഒരുമിച്ചാകുന്ന കൂട്ടായ്മയിൽ ഈ ക്രിസ്മസിൻ്റെ ആഹ്ലാദം ഇരട്ടി മധുരമായിട്ട് മാറാതിരിക്കില്ല. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ.